കുളത്തൂപ്പുഴയിൽ ഇന്നും ഇന്നലെയുമായി 5 പേർക്ക് കൂടി കോവിഡ്. കുളത്തൂപ്പുഴ RPL, കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന പള്ളംവെട്ടി എന്നിവിടങ്ങളിലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കുളത്തൂപ്പുഴ വാർഡിൽ കുമരംകരിക്കം സ്വദേശിനി 36 വയസ്സുകാരിക്കും ഇവരുടെ മകൾ 4.5 വയസ്സുകാരി, മാതാവ് 63 വയസ്സുകാരി എന്നിവർക്കും RPL കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് പള്ളംവെട്ടിയിൽ 22 വയസ്സുള്ള യുവാവ് എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കുമരംകരിക്കം സ്വദേശിനിയായ യുവതിയുടെ ഭർത്താവ് കടയ്ക്കൽ സ്വദേശിക്ക് നിന്നുള്ള സമ്പർക്കമാണ് ഇവർക്ക് കോവിഡ് പോസിറ്റീവാകാൻ കാരണമെന്ന് കുളത്തൂപ്പുഴയിലെ ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 3 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം പള്ളംവെട്ടി സ്വദേശിയുടെ രോഗവ്യാപന ഉറവിടം വ്യക്തമല്ല. അമ്പലക്കടവ് കാർ സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇയാൾക്ക് കുളത്തൂപ്പുഴ തെന്മല പ്രദേശങ്ങളിലായി വലിയ സമ്പർക്കമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. അസുഖബാധിതനായ യുവാവ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇയാൾക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. അതേസമയം തോട്ടം മേഖലയായ RPL വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് അധികൃതർ. കൂടുതൽ പേർക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പും RPL അധികൃതരും ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ESM കോളനി വാർഡിലെ വെങ്കിട്ടമൂട് ചതുപ്പ് സ്വദേശിനിയായ 20-കാരിക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം ചൊവ്വാഴ്ച വരെ കോവിഡ് പരിശോധന നടത്തിയവരിൽ 60ഓളം ആളുകളുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.